നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തേക്കാം. ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സുകളും ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാമിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിന്റെ ലിങ്ക് കിട്ടും കേട്ടോ. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കിട്ടും. അപ്പോ താമസിക്കേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ഫാക്ട്, ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ്? ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏത്? ദേവി അഹല്യാഭായ് ഹോൾക്കർ എയർപോർട്ട്. അതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദേവി അഹല്യാഭായ് ഹോൾക്കർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ദേവി അഹല്യാഭായ് ഹോൾക്കർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? കറണ്ട് അഫയർ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ആണെന്ന് ഓർക്കുക. അടുത്ത ഫാക്ട്, യുഎസിന്റെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട പക്ഷി ഏതാണ്? ബാൾഡ് ഈഗിൾ. ബാൾഡ് ഈഗിളിനെയാണ് യുഎസിന്റെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിച്ചത്. ബാൾഡ് ഈഗിൾ മലയാളത്തിൽ വെള്ളത്തലയൻ കടൽപ്പരുന്ത് എന്ന് പറയും. അപ്പൊ ബാൾഡ് ഈഗിൾ എന്ന് പരീക്ഷയ്ക്ക് തരാൻ ചാൻസ് കുറവാണ്. വെള്ളത്തലയൻ കടൽപ്പരുന്ത് എന്ന് ഓർത്തിരിക്കുക. യുഎസിന്റെ ദേശീയ പക്ഷിയായിട്ട് അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട പക്ഷി ഏതാണ്? വെള്ളത്തലയൻ കടൽപ്പരുന്താണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാസയുടെ സൗരദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. പാർക്കർ സോളാർ പ്രോബ് എന്നത് നാസയുടെ സൗരദൗത്യമാണ്. 2018 ഓഗസ്റ്റിൽ യാത്ര ആരംഭിച്ച നാസയുടെ സൗരദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. ഇതിന്റെ പ്രത്യേകത, സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തു. ഓക്കെ, അപ്പൊ സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? നാസയുടെ സൗരദൗത്യമായ പാർക്കർ സോളാർ പ്രോബ് ആണെന്ന് ഓർക്കുക. KS മണിലാൽ. നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഈ ഒരു പേര് പഠിക്കാറുണ്ട്, KS മണിലാൽ. അതായത് ഡച്ചുകാരുടെ സംഭാവന. ഹോർത്തൂസ് മലബാറിക്കസ് ഇല്ലേ, മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ. ഇദ്ദേഹം 2025 ജനുവരി 1 അന്തരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയ കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്ന KS മണിലാൽ 2025 പുതുവർഷ ദിനത്തിൽ അന്തരിച്ചു എന്ന് ഓർക്കുക. ഇദ്ദേഹത്തിന്റെ സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തി. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആര്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത്. ഓർക്കുക. ഇനി അടുത്ത പോർഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ്. പുതിയ കുറച്ച് ഗവർണർമാർ സ്ഥാനമേറ്റിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിന്റെ നിലവിലെ ഗവർണർ, 23ാമത് ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറി ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ നിലവിലെ ഗവർണർ. ഓക്കെ, അപ്പോ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് മെയ് 21 പരീക്ഷ. അപ്പൊ ഏകദേശം ഒരു 2 മാസത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ അതിനുവേണ്ടി ഒരു 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ അടക്കം ഞാൻ പുതിയ ബാച്ച് കോഴ്സ് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 21 പരീക്ഷയെങ്കിലും 6 മാസത്തോളം കാലം ആ കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞാലും മറ്റേതെങ്കിലും പരീക്ഷ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ച് കോഴ്സ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതി. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ അടക്കം ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പുതിയ SCRT, പഴയ SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK, ഇത്രയും അടങ്ങിയതാണ് നമ്മുടെ പാക്കേജ് സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ 10th ലെവൽ എക്സാം ആണ്. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് പരീക്ഷ വരുന്നത്. ആ ബാച്ച് കോഴ്സിന്റെ വാലിഡിറ്റി 9 months ആണ്. അതും വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്തും ഇൻക്ലൂഡ് ആണ്.
പിന്നെ ഫയർമാന്റെ ബാച്ച് കോഴ്സ്, സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഫയർമാന്റെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷ കമ്പനി LGS, ബെഫ്കോ LD, VFA മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ജനറൽ PSC, എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കോമൺ ടോപ്പിക്സ് ഉൾപ്പെടുന്ന ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th പ്രിലിംസ് 2025 എന്ന് പറഞ്ഞ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാത്തിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഫീസ് ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. നമ്മുടെ ആപ്പിൽ കയറി നോക്കിയാൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഹർഷിതം എഡ്യൂടെക് എന്നാണ് ആപ്പിന്റെ പേര്. ഫസ്റ്റ് കമന്റിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, പിൻ ചെയ്ത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ മാത്രമല്ല കമ്പ്യൂട്ടറിലും ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്തോളാം. ഇത്രയും വേഗം തന്നെ കോഴ്സ് എടുത്ത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ഓപ്ഷനും ആപ്പിലുണ്ട്. ഓക്കെ, അപ്പോ ഇതിലേക്ക് വരാം. ഗവർണർമാർ. കേരളത്തിന്റെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. അപ്പൊ നമ്മുടെ ഗവർണർ എങ്ങോട്ട് പോയി? ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങോട്ട് പോയി? ബീഹാറിലോട്ട് പോയി. അപ്പൊ ബീഹാറിന്റെ പുതിയ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ബീഹാറിന്റെ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമാണ്. മിസോറാമിന്റെ പുതിയ ഗവർണറാണ് VK സിംഗ്. VK സിംഗ് ആണ് മിസോറാമിന്റെ പുതിയ ഗവർണർ. മണിപ്പൂരിന്റെ ഗവർണറെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി അടുത്തിടെ രാജിവെച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ബീരേൻ സിംഗ്. അപ്പൊ ആരാണ് ഇപ്പോ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി? അദ്ദേഹം രാജിവെച്ചില്ലേ. അപ്പൊ മണിപ്പൂരിൽ മുഖ്യമന്ത്രി ഇല്ല, രാഷ്ട്രപതി ഭരണമാണ്. മണിപ്പൂരിൽ ഇപ്പോ രാഷ്ട്രപതി ഭരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് മണിപ്പൂരിലാണ്. ഓക്കെ, മണിപ്പൂരിൽ ഇപ്പോ മുഖ്യമന്ത്രി ഇല്ല, അദ്ദേഹം രാജിവെച്ചു. ബീരേൻ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി. മണിപ്പൂരിന്റെ ഗവർണറായിട്ട് നിയമിതനായത് അജയ് കുമാർ ഭല്ലയാണ്. അജയ് കുമാർ ഭല്ല. അപ്പൊ അങ്ങനെ തിരിച്ചും ചോദിക്കാം. അജയ് കുമാർ ഭല്ല ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ടാണ് അടുത്തിടെ നിയമിതനായത് എന്ന് ചോദിച്ചാൽ മണിപ്പൂരിന്റെ ഗവർണറായിട്ടാണ് അടുത്തിടെ നിയമിതനായത്. ഒഡീഷയുടെ ഗവർണർ ആര്? ഹരിബാബു കംഭംപതി. ഹരിബാബു കംഭംപതിയാണ് ഒഡീഷയുടെ പുതിയ ഗവർണർ. അപ്പൊ ഈ 5 സംസ്ഥാനങ്ങളുടെ ഗവർണർ തിരിച്ചും നിങ്ങൾ പഠിച്ചു വെക്കണം. ഏത് സംസ്ഥാനത്തെ ഗവർണറായി നിയമിതനായി എന്നുള്ളതും പഠിച്ചു വെക്കുക. അപ്പൊ കേരളം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ബീഹാർ ആരിഫ് മുഹമ്മദ് ഖാൻ, മിസോറാം VK സിംഗ്, മണിപ്പൂർ അജയ് കുമാർ ഭല്ല, ഒഡീഷ ഹരിബാബു കംഭംപതി. ഓക്കെ, അടുത്ത ഫാക്ടിലേക്ക് പോകാം. 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഫൈനലിൽ കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ ഫൈനലിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് വെസ്റ്റ് ബംഗാൾ കപ്പടിച്ചത്. ഓക്കെ, അടുത്തത് 38ാമത് ദേശീയ ഗെയിംസിനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് ആണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെ? ഉത്തരാഖണ്ഡ്. ജേതാക്കളായത് സർവീസസ്. ഇവിടെ ഭാഗ്യചിഹ്നമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഹിമാലയൻ മൊണാൽ. എന്താണ് ഈ ഹിമാലയൻ മൊണാൽ? ഉത്തരാഖണ്ഡിന്റെ ദേശീയ പക്ഷിയാണ് ഹിമാലയൻ മൊണാൽ. ഈ ഹിമാലയൻ മൊണാൽ ആയിരുന്നു 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. ഹിമാലയൻ മൊണാൽ. ഇനി 38ാമത് ദേശീയ ഗെയിംസിന്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സങ്കൽപ് സേ ശിഖർ തക്. സങ്കൽപ് സേ ശിഖർ തക് എന്നതായിരുന്നു 38ാമത് ദേശീയ ഗെയിംസിന്റെ പ്രമേയം. ഉത്തരാഖണ്ഡിലാണ് നടന്നത്. സർവീസസ് ആണ് ജേതാക്കളായത്, ഓർക്കുക. അപ്പൊ പറഞ്ഞ ഇത്രയും കാര്യം ഒന്ന് റിവിഷൻ അടിച്ചിട്ട് വന്നാലോ. സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എയർപോർട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എയർപോർട്ട് ദേവി അഹല്യാഭായ് ഹോൾക്കർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇൻഡോർ, മധ്യപ്രദേശ്. യുഎസിന്റെ ദേശീയ പക്ഷിയായിട്ട് അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട പക്ഷി ബാൾഡ് ഈഗിൾ, വെള്ളത്തലയൻ കടൽപ്പരുന്ത്. സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏത്? പാർക്കർ സോളാർ പ്രോബ്, നാസയുടെ സൗരദൗത്യമാണ്. 2025 ജനുവരി 1 അന്തരിച്ച KS മണിലാൽ, ഹോർത്തൂസ് മലബാറിക്കസ്, ഡച്ച് സംഭാവനയാണ്. ഇത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ എന്ന കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് PSC 1 മാർക്ക് ചോദ്യം ഓർത്തു വെച്ചോളൂ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഗവർണർമാരുടെ പേര് ഓർക്കുക. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം 2024 വെസ്റ്റ് ബംഗാളിനാണ് ലഭിച്ചത്. കേരളത്തെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡ്.
ഹിമാലയൻ മൊണാൽ ആയിരുന്നു ഭാഗ്യചിഹ്നം. അത് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ് ഹിമാലയൻ മൊണാൽ. സങ്കൽപ് സേ ശിഖർ തക് എന്നതായിരുന്നു ഈ 38ാമത് ദേശീയ ഗെയിംസിന്റെ പ്രമേയം. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളാം. ഇനി റിസൾട്ട് വന്നിട്ട് എടുക്കാം എന്ന് പറഞ്ഞിരിക്കല്ലേ, സമയം കിട്ടത്തില്ല പഠിക്കാൻ. ഇപ്പൊ തന്നെ എടുത്തോളൂ, പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.